റേഷൻ ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമ ജനുവരി 23-നും തുടരും ജനുവരി 30-നും ആദ്യം ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചെങ്കിലും ഡൊമിനിക്ക് മാത്രമാണ് സമയത്തിന് തിയേറ്ററിൽ എത്താൻ പോകുന്നത്. നാളെ 23-ാം തീയതി ഡൊമിനിക്ക് തിയേറ്ററിലേക്ക് എത്തും മമ്മൂക്കയുടെ. നേരെ മറിച്ച് ലാലേട്ടൻ്റെ തുടരും ജനുവരി 30-ന് റിലീസ് പറഞ്ഞെങ്കിലും അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ഈ പറയുന്ന കണക്ക് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയെ ഭയന്നിട്ടാണ് തുടരും സിനിമയുടെ റിലീസ് മാറ്റി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഞാനും കണ്ടു. പക്ഷേ ഇന്ന് ഇപ്പം എനിക്കൊരു വീഡിയോ, അതായത് നമ്മുടെ യൂട്യൂബിൽ നോക്കി വരുന്നതിനിടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി. അതായത് നമ്മുടെ തുടരും സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള തരുൺ മൂർത്തി ആ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി നമ്മുടെ സംഭാഷണത്തിൽ തുടരാം. നന്ദു, ജാനുവരി 30-ന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക, അത് ശ്രദ്ധിക്കപ്പെടുക, അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ്. അപ്പം 30-ന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ്. 30-ന് ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വേറൊന്നുമല്ല. ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു, അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുമെന്നറിയില്ല. OTT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം രഞ്ജിത്തേട്ടനെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് 100% എനിക്ക് രഞ്ജിത്തേട്ടനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭനാമാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിത്തേട്ടൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത്. എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മുടെ അടുക്കൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫീരിയറ്റീസോ എൻ്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല. അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ്. ഓക്കെ, നമ്മൾ ജാനുവരി 30-ന് ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ജാനുവരി 30 റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിൻ്റെ ഒരു അപ്ഡേഷനിൽ വന്ന, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന 30-ന് അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയപ്പോൾ മുതൽ നമ്മൾ 30 എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കും കൺസേൺ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും 30-ന് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീസർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാര്യകാരണങ്ങളും സത്യാവസ്ഥ അറിയുകയും അതിൻ്റെ അടിയിൽ വന്ന് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട്. അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല, ഇനിയൊട്ട് യൂസ്ഡ് ആകാൻ താല്പര്യവുമില്ല. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണെന്ന് തോന്നില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ, ഫാൻസിൻ്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഒരു ഭയങ്കര മാസീവായിട്ടുള്ള അറ്റാക്ക് പോലെ, അത് എനിക്കൊന്ന് ഫാൻ ഫൈറ്റിൻ്റെയൊക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതായി. പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുമ്പോൾ നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ, അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, ആരുടെയും സപ്പോർട്ടോടുകൂടി വന്നല്ല. അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ല എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യനായതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ്, നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ അല്ല ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുന്നത് വളരെ ജെന്യുവനായിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാറുള്ളൂ. പക്ഷേ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോൾ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും ഉള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നോ അല്ല ഇങ്ങനെ നെഞ്ചും പിരിച്ചിറങ്ങാമോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്.
ഞാൻ വളരെ വളരെ സിൻസിയറായിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി നിഷാദ് എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിഷാദിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അതിൻ്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് പുതിയ എഡിറ്ററുമായിട്ട് വർക്കും ഒക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡിലേകളല്ല. പക്ഷേ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കുഴച്ച് പറയുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊക്കെ കേൾക്കാൻ ഞാൻ അത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനൊരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെല്ലാവരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ വളരെ സങ്കടപ്പെട്ട് ജെനുവിനായിട്ട് ചോദിക്കുന്ന നല്ല നല്ല ഐഡിയകൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ട്. പക്ഷേ ഈ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ നടന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രോ സത്യാവസ്ഥ. എന്തു വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവുമെന്നും അത് നല്ല രീതിയിൽ ലാലേട്ടന് പേരുള്ളൊരു സിനിമയാകുമെന്നും തന്നെയാണ് എൻ്റെ വിശ്വാസമാണ്. നമ്മൾ എല്ലാ സിനിമയും അതേ വിശ്വാസം തന്നെയാണ് ചെയ്യുന്നത്. ഇത് നന്നായി വരട്ടെ. എന്തായാലും താങ്ക് യു ബ്രോ. ഇങ്ങനെ ചോദിച്ചല്ലോ എൻ്റെ അടുക്കൽ എന്താണ് ബ്രോ കാരണം എന്ന്. അങ്ങനെ ചോദിച്ച ആളുകളൊക്കെ വളരെ വിരളമാണ്. എന്താണ് എക്സാക്ട് റീസൺ തിരഞ്ഞെട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഈ കാലത്ത് ഭയങ്കര വിരളമാണ്. ഞാനും ഓക്കെയാണ്, എൻ്റെ ടീമും ഓക്കെയാണ്. പക്ഷേ ഈ ഇതുവരെയുള്ള ഈ സിനിമയുടെ പ്രോസസ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. ഈ ലാലേട്ടൻ ഞാനും ഒക്കെ ഏറ്റവും സന്തോഷിച്ച് തന്നെയാണ് ഈ സിനിമ വർക്ക് ചെയ്തത്. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വെകളിക്കൂട്ടങ്ങൾ എന്ന് വേണേൽ പറയാം. അറിയില്ല അതിനങ്ങനെയാണോ വിളിക്കേണ്ടതെന്ന്. അത് ലാലേട്ടൻ്റെ ഫാൻസ് ആണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇവർ പറയുന്നതും ഒക്കെ വേറെ, എനിക്ക് തോന്നുന്നു വേറെ ഫാൻ ഫൈറ്റിൻ്റെ പേരിലൊക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഞാൻ FFC അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. പക്ഷേ എനിക്ക് കാണുമ്പോൾ അവിടെ നിന്നൊക്കെ വന്നൊരു വെകളിക്കൂട്ടം വന്ന് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം ഒരുപക്ഷെ ഇത് സിനിമ ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അറ്റാക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു ലാലേട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യണമായിരിക്കും. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അറിയില്ല എന്താണ് ഇങ്ങനൊരു അറ്റാക്ക് എന്ന്. എനിവേ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു രീതിയിലും. കാരണം ഞാൻ അതിന് മാത്രം ഒരു വലിയ അപരാധം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ ഒരു ഏറ്റവും വളരെ മോശപ്പെട്ടൊരു സിനിമയാണ് എടുത്തു വെച്ചിട്ടാണ് ഞാനത് കേൾക്കണമെങ്കിൽ 100% ഞാൻ കേൾക്കാം. അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി ഓക്കെ. ഞാനിപ്പം സിനിമ റിലീസായി കഴിയുമ്പം സിനിമ മോശമാണെങ്കിൽ എനിക്കറിയാലോ പ്രോപ്പർ ഇനി എനിക്ക് ഇൻഡസ്ട്രി സിനിമ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം. അപ്പം ഞാൻ അത്രയും വലിയ റിസ്ക്കാണ് ലൈഫിൽ എടുത്തിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഇപ്പം ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ LJP ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ഈ ടോക്സിക് ഐറ്റങ്ങൾ വന്ന് ഒരുപാട് മാനസികമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതി കൊല്ലുക, അത്രേ പറയാനുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് OTT ഒരു കാലത്ത് OTT വന്നിട്ട് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ട എല്ലാ തുകയും കൊടുത്ത് സിനിമ അവർ OTTയിലേക്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അന്നേ ആൾക്കാർ പറഞ്ഞു കുറച്ച് നാൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് OTTയിൽ അങ്ങനെ അവർ ഈ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന പൈസ കൊടുത്തിട്ട് OTTയിൽ സിനിമ പ്രദർശിപ്പിക്കത്തില്ലെന്നും OTTക്കാർ ഓഫർ ചെയ്യുന്ന തുക വാങ്ങിച്ചുകൊണ്ട് നിർമ്മാതാക്കൾ നാളെ സിനിമ OTTക്ക് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഏതാണ്ട് ശരിയായി വരുവാണ്. ലാലേട്ടനെ പോലെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഒരു നടൻ, അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നടന് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ രജപുത്ര ഫിലിംസ്, ഇപ്പോൾ ആശീർവാദ് അല്ല തുടരും സിനിമ നിർമ്മിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അത് രജപുത്രയാണ്, രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 കോടി രൂപയാണ് ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ലാലേട്ടൻ്റെ പ്രതിഫലമായിട്ട് ഇതിനകത്തൊരു 10-15 കോടി പോയിട്ട് ബാക്കി തുകയാണോ, ബാക്കി ഒരു 10-20 കോടി രൂപയാണോ ഇതിൻ്റെ നിർമ്മാണ ചിലവായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് പക്ഷേ നമുക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടീസർ വൈകിയപ്പോഴും ട്രെയിലർ വൈകിയപ്പോഴും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ സസ്പെൻസുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരിക്കും ഇത്. പക്ഷേ ഈ പറഞ്ഞ അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനായിരിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ടീസറും ട്രെയിലറും അല്ലെങ്കിൽ കൂടുതൽ പോസ്റ്ററുകളും ഒന്നും റിലീസ് ചെയ്യാത്ത എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരും ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു വലിയ തുക, അതായത് 35 കോടി മുടക്കിയ തുക
ഒരു സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു തുക OTTയിലൂടെ രജപുത്ര രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ OTT തയ്യാറല്ല. OTT ഉൾപ്പെടെയുള്ള ഒരു ബിസിനസ് കാര്യങ്ങളുടെ തുകയും, അതായത് ബിസിനസ് അവകാശങ്ങളും ഈ സിനിമയായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഇപ്പം എത്ര വലിയ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും നിലവിൽ അവരുടെ സിനിമയിലെ ഒരു മാർക്കറ്റ് നോക്കിയിട്ടായിരിക്കും അവരുടെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ ബിസിനസ് തീരുമാനിക്കുക എന്ന് പറയുമ്പം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2024 റിലീസ് ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ 2 സിനിമകളും, അതായത് ആദ്യം റിലീസ് ചെയ്ത മലയക്കോട്ടെ വാല്യൂമിനും പിന്നെ റിലീസ് ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമയും സാമ്പത്തികമായിട്ട് വിജയിച്ചില്ലെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി തീരുകയും ചെയ്തപ്പോഴത്തേക്ക് OTT അവർക്ക് കൂടുതൽ തന്നെ ബുദ്ധിമുട്ട്. കാര്യം ഇപ്പോൾ ഈ രജപുത്ര രഞ്ജിത്ത് ആവശ്യപ്പെടുന്ന തുക നൽകിയിട്ട് ഈ ഒരു സിനിമയുടെ OTTയിലേക്കുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയ്ക്കിടയിൽ രഞ്ജിത്ത് പറയുന്ന പൈസ OTTക്ക് കൊടുക്കാൻ പറ്റത്തില്ല, OTT ഓഫർ ചെയ്യുന്ന തുക രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. കാര്യം അഥവാ ഏതെങ്കിലും കാരണവശാൽ ഈ സിനിമ തിയേറ്ററിൽ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ, പക്ഷേ ഒരിക്കലും മോശം പ്രകടനം കാഴ്ചവെക്കത്തില്ല നമുക്കറിയാം. ഒന്നാമത് ലാലേട്ടനും ശോഭനയാണ്, രണ്ടാമത് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിലുള്ള നമ്മുടെ വിശ്വാസമുണ്ട്. രജപുത്ര രഞ്ജിത്ത് അങ്ങനെ മോശം സിനിമകൾ എടുക്കുന്ന ആളല്ല എന്നുള്ള ഇതുണ്ട്. ഇതിലെല്ലാം ഉപരി ഞാൻ എപ്പോഴും പറയും, ഇപ്പം ദൃശ്യത്തിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ തുടരും സിനിമയ്ക്കകത്ത് ഉണ്ടാവും. ഒന്നീ ആ കാറുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മറ്റ് കഥാപാത്രത്തിൻ്റെ മറ്റേതെങ്കിലും സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ത്രില്ലിംഗ് രീതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന എന്തെങ്കിലും ഒന്ന് ഈ സിനിമയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ ഒരു കഥയും അല്ലെങ്കിൽ ലാലേട്ടനെ പോലൊരു നടനും പ്രത്യേകിച്ച് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടറും കൂടെ ഒന്നിക്കുന്ന ഈ സിനിമയ്ക്കകത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ കണക്ക് ഒരു തുകയിലേക്ക്, പക്ഷേ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഭയം രഞ്ജിത്തിന് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു തിയേറ്ററിൽ റിലീസിന് ശേഷം ഇനി ഇത്തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കാതെ ഈ ഒരു കടുംപിടുത്തത്തിന് അല്ലെങ്കിൽ ഒരു വാശിയിലേക്ക് രഞ്ജിത്ത് നിൽക്കേണ്ടി വരുന്നത്. അഥവാ തിയേറ്ററിൽ ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ OTTയിൽ നിന്നൊന്നും കിട്ടത്തില്ല. അപ്പോൾ OTTയിൽ നല്ല തുക പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം തിയേറ്ററിലേക്ക് കൊണ്ടുപോയാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ചിത്രത്തിന് മോശം പ്രകടനം കാഴ്ചവെച്ചാലും രഞ്ജിത്തിന് തിയേറ്റർ കളക്ഷനും അല്ലെങ്കിൽ OTTയിൽ നിന്ന് കിട്ടിയത് ഉൾപ്പെടെയുള്ള മറ്റ് ബിസിനസ് കളക്ഷനും എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് രഞ്ജിത്ത് സേഫ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ തരുൺ മൂർത്തിയുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ലാലേട്ടന് തീരെ മാർക്കറ്റില്ലെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ ഇനി ഒരു തിരിച്ചുവരവില്ലെന്നോ ഒന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൂടെ ലാലേട്ടൻ്റെ ആ പഴയ പ്രതാപം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പഴങ്കഥയായി മാറും, ഇതെല്ലാം ഒരു ചരിത്രമായി മാറും. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ OTT ഉൾപ്പെടെയുള്ള എല്ലാവരും തയ്യാറായെന്നും വരും. എന്തായാലും തുടരും സിനിമ തിയേറ്ററിലെത്തട്ടെ, അതൊരു വലിയ വിജയമായി തീരട്ടെ, നിർമ്മാതാവും സേഫ് ആവട്ടെ, ലാലേട്ടൻ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് വരട്ടെ. അതുപോലെ ലാലേട്ടനും ശോഭനയും ചേർന്നുള്ള ഒരു ജോഡി, ഒരു കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഒരുപാട് കാലത്തിന് ശേഷം എത്തിക്കാൻ സാധിക്കട്ടെ.